ഉപതെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടാക്കി യുഡിഎഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് പ്രവർത്തകരും. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ 48-ാം നമ്പർ ബൂത്തിലാണ് യുഡിഎഫ് സംഘർഷമുണ്ടാക്കിയത്. സംഘമായി യുഡിഎഫ് സ്ഥാനാർത്ഥിയും സംഘവും ബൂത്തിലെത്തി വോട്ടഭ്യർത്ഥിച്ചാണ് സംഘർഷത്തിന് കാരണമായത്. പോളിംഗ് ബൂത്തിനുള്ളിൽ സ്ഥാനാർത്ഥിക്ക് മാത്രം കയറാമെന്നിരിക്കെ യുഡിഎഫ് സ്ഥാനാർത്ഥി പരിവാരങ്ങളുമായി എത്തി വോട്ടഭ്യർത്ഥിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ 48-ാം നമ്പർ ബൂത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം നടന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് പരാജയ ഭീതിയുള്ളതിനാലാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പോവാം ബൂത്തിനടുത്ത്, പക്ഷെ ഒരു പടയുമായി വന്നാൽ പറ്റില്ല. കൂടെ ഒരു പടയുമായിട്ട് വന്നാൽ അത് സാധ്യമല്ല. സ്ഥാനാർത്ഥിക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് കൂടെയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരുമാണ് സംഘർഷത്തിന് കാരണമെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. ഇപ്പൊ സരിൻ ഒറ്റക്കാണ് വന്നത്, സരിന് വരെ ഒറ്റക്കാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ ആരെയും കയ്യേറ്റം ചെയ്യാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും LDFന്റെ ഒരു പ്രവർത്തകരും ഒരാളും കയ്യേറ്റം ചെയ്യും. സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി വന്ന് ബൂത്തുകൾ സന്ദർശിക്കും. ഇത് ഒരു പറ്റം കോൺഗ്രസ്സുകാരെ കൂട്ടിയിട്ട് വോട്ടുപിടുത്തത്തിനല്ലല്ലോ ബൂത്തിൽ വരേണ്ടത്. അത് നിയമവിരുദ്ധമാണല്ലോ. അത് നമ്മുടെ ആളുകൾ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി അവർ ഒരു കൂട്ടം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും സൃഷ്ടിച്ച സംഘർഷാവസ്ഥ കൂടുതൽ പോലീസ് എത്തിയതോടെയാണ് അയവ് വന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.